ഈ കഴിഞ്ഞുപോയ 40-ലധികം മാസങ്ങൾ ഫാത്തിമ ദിനം, ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഒക്ടോബർ മുതൽ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള 6 മാസക്കാലങ്ങൾ. ഈ 6 മാസക്കാലങ്ങളിലും പരിശുദ്ധമ്മ 13-ാം തീയതി ഉള്ള പ്രത്യക്ഷീകരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഒരു വലിയ ദൗത്യം, ഫാത്തിമ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഫാത്തിമയിൽ പരിശുദ്ധമ്മ തുറന്നു വെച്ച സ്വർഗത്തിന്റെ വലിയൊരു രഹസ്യം, നിയമവും പ്രവാചകന്മാരും എഴുതപ്പെട്ട ലിഖിത നിയമങ്ങളും അതിൻ്റെ പകുതിയാണ് ഫാത്തിമ രഹസ്യം ഫാത്തിമയിൽ വെളിപ്പെടുത്തപ്പെട്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രവാചകന്മാരും കലാകാലങ്ങളിൽ മോശ മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാർ എഴുതപ്പെട്ട നിയമഗ്രന്ഥങ്ങൾ, ഇതിലെല്ലാം മറഞ്ഞു കിടന്ന അതിൻ്റെ എല്ലാം അന്തസത്ത, അതിൻ്റെ എല്ലാം ഏകമായൊരു ലക്ഷ്യം, എല്ലാവർക്കും രക്ഷ എന്ന് പറയുന്ന ആ വലിയ മഹത്വത്തിൻ്റെ യഥാർത്ഥമായൊരു വാതില് ഫാത്തിമയിൽ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ തുറന്നു വെച്ചു സ്വർഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പഠിക്കുമ്പോൾ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന വലിയ രഹസ്യങ്ങളുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതുകൊണ്ട് വലിയ, എനിക്ക് ഇത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, മറ്റൊന്നെടുത്താൽ നല്ലതായിരിക്കും. എന്നാൽ ബൈബിള് എല്ലാ രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. വചനങ്ങൾ ദൈവിക രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. എല്ലാ വചനത്തിനകത്തും 1 മുതൽ 7 നിഗൂഢമായ ദൈവിക ആന്തരിക അർത്ഥങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്വാഭാവിക ദൈവ നിയമത്തെക്കുറിച്ചുള്ള നിയമം. ഒരു വചനത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ 7 ഇണവചനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു വചനത്തിൽ സ്വാഭാവികമായ 1 മുതൽ 7 വരെ രഹസ്യങ്ങൾ, നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ കർത്താവ് നിക്ഷേപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ആദ്യമായിട്ട് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വചനം കേട്ട് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല, അതേ വചനങ്ങൾ കുറേയേറെ വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ച്, നമ്മൾ ഗ്രഹിച്ച്, കർത്താവിൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനേക്കാൾ നിഗൂഢവും ആഴവും ശക്തവും വ്യക്തവുമായ സ്വർഗീയ രഹസ്യങ്ങൾ അതേ വചനങ്ങളിലൂടെ തിരിച്ചറിയുകയാണ്. ചുരുക്കമായി പറഞ്ഞാൽ ദൈവിക വചനങ്ങളുടെ അഴിയുന്നു എപ്പോഴാണ്? സത്യമായും അത് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിക്കുമ്പോൾ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കർത്താവായ ദൈവം വലിയ ദൈവിക രഹസ്യങ്ങളൊക്കെ ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? ശിശുക്കൾക്കും സാധാരണക്കാർക്കും. ശിശുക്കൾക്കും സാധാരണക്കാർക്കും, ബുദ്ധിമാന്മാർക്കോ പണ്ഡിതന്മാർക്കോ അല്ല. ദൈവിക രഹസ്യങ്ങളുടെ കൃപ, അതിന്റെ അർത്ഥം, അതിന്റെ രഹസ്യമൊക്കെ അറിയാനുള്ള കൃപ ദൈവം കൊടുത്തത് ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർക്കോ പണ്ഡിതന്മാർക്കോ അല്ല. കഴിഞ്ഞ തലമുറകളിൽ അങ്ങനെയല്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിലും അങ്ങനെയല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം, ദൈവവചനങ്ങളുടെ രഹസ്യങ്ങൾ, അതിന്റെ ചുരുൾ അഴിയുമ്പോൾ അത് വ്യക്തിഗതമായി ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ അതിന്റെ യഥാർത്ഥമായ വാച്യ അർത്ഥങ്ങൾ, ആത്മീയ അർത്ഥങ്ങൾ അവൻ അത് തിരിച്ചറിഞ്ഞ് അതിലെ നന്മ, അതിലെ രഹസ്യം, ആ വചനത്തിലെ ജീവൻ, ആ വചനത്തിലെ അധികാരം, ആ വചനത്തിലെ സൗഖ്യം, ആ വചനത്തിൽ ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ, ചിലപ്പോൾ നമ്മളോട് നേരിട്ടാകാം, ചിലപ്പോൾ എന്നിലൂടെ എൻ്റെ തലമുറയോടാകാം. അപ്പോൾ ഇങ്ങനെ ദൈവം ഓരോ വചനത്തിലൂടെയും നമ്മൾ ഓരോരുത്തരോടും സംവദിക്കുന്ന, അല്ലെങ്കിൽ വചനങ്ങളിലൂടെ ചുരുൾ അഴിയപ്പെടുമ്പോൾ അതിൻ്റെ മൂല്യം, അത് ഒരു നിധി പോലെ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അവന് വചനത്തെക്കുറിച്ച് സമർപ്പണം ഉണ്ടാകണം, അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണം, അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം, അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. ഇത് 3 നമുക്കില്ലാത്തപ്പോൾ നമ്മളതൊരു കഥ പോലെ കേൾക്കും. ഇത് 3 നമ്മളുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മളിലേക്ക് അതൊരു നിധി പോലെ, ജീവന്റെ ഉറവ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരും. ഞാൻ ഒരു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത് ഒരു വലിയ ദൈവിക വിളിയിലാണെന്ന് അനേക തവണ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഈ
കൂട്ടായ്മയിൽ നമ്മൾ വരുന്നു പോകുന്നു, നമ്മൾ ഈ കൂട്ടായ്മയുടെ നാമത്തിൽ അറിയപ്പെടുകയാണ്. എന്നാൽ ഈ കാലഘട്ടം, ഇപ്പോൾ നിൽക്കുന്ന ഈ 2025 അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടെ ആഴമായ ഒരു സമർപ്പണം, ഞാൻ എന്തിനാണ് ദൈവത്തെ പിൻപറ്റുന്നത്, ഞാൻ എന്ത് ലക്ഷ്യത്തോടു കൂടെയാണ് ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്, അത് നമ്മൾ ഓരോരുത്തരും ഒന്ന് തിരിച്ചറിഞ്ഞ്. ഞാൻ ഇന്നൊരാളോട് ചോദിച്ചു, നിങ്ങൾ ഇതിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ, സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു പ്രചോദനം? ഞാൻ ചോദിച്ച ആൾ എങ്ങനെ വന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആൾ എന്നോട് പറഞ്ഞു, ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ വീട്ടിലിരിക്കാൻ പറ്റില്ല, ഒരു ശുശ്രൂഷ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വന്നു പോകുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോഴാണ്, നിങ്ങൾ കുറച്ച് നാൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു വിളി വരികയാണ്. ഇന്ന് ഞാനൊരു വിരുന്ന്, ഇവിടെ ഒരു വിരുന്ന് നടക്കുകയാണ്, നീ അവിടെ വരണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നേരിട്ട് വിളിക്കുകയാണ്. അത് വാസ്തവമാണ്. അങ്ങനെ അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ആ അനുഭവം ഉള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും ഇന്നലെ അങ്ങനെ ഒരു വിളി ഉണ്ടായി, ഇവിടെ വരണം. ഞാൻ മനസ്സിൽ കരുതി, ഞാൻ ആ വിളിയോട് വില കൊടുത്ത് പ്രത്യുത്തരിച്ചാൽ ഞാൻ ക്ഷണിക്കപ്പെട്ടവരില് ഞാൻ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. എന്നാൽ ഞാൻ എന്റേതായ സൗകര്യങ്ങൾ അസൗകര്യങ്ങളെ പ്രതി ഞാൻ അതിനെ മാറ്റിവെച്ചാൽ വില കൊടുക്കണം. നമ്മളിവിടെ എത്തണമെങ്കിൽ വില കൊടുക്കണം. പക്ഷെ ഇതൊരു വിളി കിട്ടുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രത്യുത്തരിച്ചാൽ ദൈവം എന്നെ തൻ്റെതായിട്ട് എണ്ണും. ആ സമയത്ത് ഞാൻ അതിന് ഉത്തരം കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇനിയൊരു തവണ ദൈവം എന്നെ വിളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഉള്ളിലെ പ്രാർത്ഥന അതായിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. നമ്മൾ ആയിരിക്കുന്നത് സ്പിരിറ്റ് ജീസസ് എന്ന സഭയ്ക്ക് ഇന്നുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത, നമ്മൾ ഉത്ഭവിക്കുന്നതിന് മുൻപേ അടിച്ചമർത്തുവാൻ, യേശു ജനിച്ചു, രക്ഷകൻ ജനിച്ചു, ഇസ്രായേൽക്കാർക്ക് ഒരു രാജാവ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ ആ ശിശുക്കളെല്ലാം വധിച്ചു കളഞ്ഞുകൊണ്ട് ഇസ്രായേലിന് ഒരു രാജാവ് വേണ്ട, അങ്ങനെ ഞാൻ മാത്രം മതി ഒരു രാജാവെന്ന് ഹെരോദസിന് തോന്നിയ അതേ വികാരം പോലെ തന്നെയാണ് അതേ കർത്താവിന്റെ അതേ അഭിഷേകം ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം അത് പൂർണ്ണതയിൽ വരുന്നതിന് മുൻപേ തന്നെ ശത്രു അതിന് മുൻപേ ലോകവ്യാപകമായി അവൻ കിംവദന്തികള്, അപഖ്യാതികള്, ഏഷണികള് ദൂഷണം പരത്തിക്കൊണ്ട് ഒരു ഭയകാരണമായി അപഖ്യാതികളിലൂടെ ലോകത്തിന്റെയും ജനത്തിന്റെയും സഭയുടെയും ഇടയിലൊക്കെ ഈ അഭിഷേകത്തിനിടയിൽ ഒരു വലിയ വിള്ളല് ഒരു പരിധിവരെയും പിശാചത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ തകർത്ത് കളഞ്ഞുകൊണ്ട് കുറച്ച് മനുഷ്യര്, അതിസാധാരണക്കാരെന്ന് തോന്നുന്നവര് മാത്രമല്ല, അതിസാധാരണയിൽ നിന്നും സാധാരണമായ, ചില സമയത്തൊക്കെ യാതൊരു യുക്തിവിചാരമോ യാതൊരു ചിന്താശേഷിയോ യാതൊരു തരത്തിലുള്ള അറിവോ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ പെരുമാറ്റവുമുള്ള ഒരു ആൾക്കാർ. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രത്യുത്തരമുണ്ട്. ശരിയായ രീതി മറ്റൊരാൾക്ക്, ഞാൻ നിൽക്കുന്നിടത്ത് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഞാൻ ചെയ്തതിലും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറവുകൾ അവശേഷിപ്പിച്ചിട്ട് ആകരുത് ഞാൻ കർത്താവിന്റെ നാമം വഹിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നതെന്ന ശരിയായ ആത്മസമർപ്പണം ഏറ്റവും നിസ്സാരം മുതൽ ഏറ്റവും ഗൗരവമായ വിളിയിൽ വരെയും. ഈ സുവിശേഷം പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്ന കാതറിൻ എന്ന ഞാൻ ഈ സ്റ്റേജിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ കർത്താവിന്റെ മുമ്പിൽ എന്റെ അധരം തുറന്നു കൊടുത്തിട്ടുള്ള, ഹൃദയം തുറന്നു കൊടുത്തിട്ടുള്ള ഇതേ ഗൗരവബോധം തന്നെയാണ് ഏറ്റവും നിസ്സാരമായിട്ടൊരു കാര്യത്തിലും എന്റെ ഹൃദയത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയിലുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിത്തീരണം. എന്തിനും ഉപയുക്തമായ, ഒരു നോട്ടത്തിലൂടെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പൊ കർത്താവിന്റെ ദാസന്റെ ഒരു നോട്ടം എന്താണ് ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ളത്, അങ്ങനെ ഒരു ഒരുക്കമുള്ള ശുശ്രൂഷകരുടെ ഒരുക്കമുള്ള ഞാൻ പറയും ഒരുക്കമെന്ന് ഞാൻ വാക്ക് ഉപയോഗിച്ചത് അതല്ല നമ്മുടെ ശരിയായ വിഷയം. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന പോയിന്റ് ഇതാണ്, നീ ആരാണ്? അതൊരു ചിന്തയാണ്. നീ ആരും ആകട്ടെ, ഈ ലോകത്തിന്റെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഈ അഭിഷേകത്തിൽ, ഈ നാമത്തിൽ നീ അറിയപ്പെട്ട് നീ ഇവിടെ കടന്നു വരുന്നുണ്ടെങ്കിൽ നിന്റെ ഒരൊറ്റ വിളിയാണ്, കർത്താവിന് മുമ്പിൽ 1000 പൊന്നിന് 1000 വെള്ളിക്ക് തക്ക തൂക്കം നിന്നിൽ ഉണ്ടാകണം.
നിനക്ക് വിശുദ്ധി ഉണ്ടാകണം, നിനക്ക് വിശ്വാസം ഉണ്ടാകണം, നിനക്ക് പ്രാർത്ഥനയുണ്ടാകണം. ദൈവം നിന്നെ നോക്കുമ്പോൾ നീ കർത്താവിന്റെ മുമ്പിൽ എങ്ങനെയാണ്? കക്ഷിയായിട്ടല്ല, മണ്ണായിട്ടല്ല നീ കാണേണ്ടത്. ഞാൻ പറയും, നിങ്ങൾ ഈ വർഷങ്ങളില് ഈ അഭിഷേകത്തോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിലെ മറ്റ് ജാതി ജനപദങ്ങൾക്ക് വെളിപ്പെട്ടിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദൈവവചനത്തിന്റെ ആഴങ്ങൾ, അതിന്റെ ആഴങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചവരായിരിക്കെ കർത്താവിന്റെ മുൻപില് നിങ്ങൾക്ക് 1000 പൊന്നെടുത്ത് വെച്ച് തൂക്കിയാൽ നീ ആ തട്ടിനൊത്ത് തൂങ്ങണം. 1000 വെള്ളി തൂക്കിയാൽ നിന്റെ വിശുദ്ധി, നിന്റെ സമർപ്പണം, നിന്റെ പ്രാർത്ഥന. ഈ കഴിഞ്ഞുപോയ നാളുകളിൽ, ഈ കഴിഞ്ഞുപോയ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഒരു വലിയ കുലുക്കം ഞാൻ മനസ്സിലാക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ദൈവം സ്പിരിറ്റുനീസിനെ അങ്ങോട്ടേക്ക് അയച്ചു. ഏകദേശം 10-16 ദിവസം സ്പിരിറ്റുനീസ് കർത്താവിന്റെ ദാസനോട് ചേർന്ന് 40ഓളം മക്കള് ആ യൂറോപ്പ് രാജ്യങ്ങളിലൂടെ ഒരു വലിയൊരു തീർത്ഥ യാത്ര, ഒരു വലിയ യുദ്ധമായിരുന്നത്. ഞങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു യാത്ര എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ഓരോ ദിവസവും ഒരു വലിയ യുദ്ധമാണ്. അതിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിച്ചു തന്ന 2 ദിവസം മാത്രമാണ് ശരിയായൊരു ആത്മീയ യുദ്ധം. അത് കഴിഞ്ഞ് എന്നാൽ ആ യാത്രയിൽ ഒരിടത്ത് വെച്ച് ഞാൻ അവസാനം ഒരു ദിവസം പാരീസിൽ വെച്ച് ഞാൻ ഈ ഗ്രൂപ്പിനോട് മുഴുവൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്ന ഒരു വലിയ വിളിയിലാണ് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം ഞാൻ അവർക്ക് പരസ്യമായിട്ട് ഞാൻ കൊടുത്തു. കാരണം ഒരു ദൈവത്തിൽ നിന്നോ സ്വർഗത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളോ യാതൊരു തരത്തിലുള്ള വെളിപ്പെടുത്തലുകളോ ഒന്നും ലഭിക്കുന്നില്ല. അപ്പൊ എന്റെ ഹൃദയം വേദനിച്ചു. പാരീസിലെ പള്ളിയിലേക്ക് നോട്ടർഡാം കത്തീഡ്രലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരെല്ലാവരും ഞാൻ ശക്തമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു. ഒരു ആ പള്ളിയിൽ പ്രവേശിക്കുന്ന വരെ ആ യാത്രയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരു ദൈവിക വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ദേവാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച സമയം മുതൽ ദൈവത്തിന്റെ വലിയ ഇടപെടൽ, സുഖത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. വാസ്തവത്തിൽ ഇവിടെ ഇന്ന് ഞാൻ അതൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ അതെല്ലാം ഞാൻ സംസാരിക്കുന്നത് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് അങ്കമാലിയിലെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞ് ആ ധ്യാനം ആരംഭിച്ച് ആദ്യ സ്റ്റേജിൽ വന്നത് ഞാനാണ്. ആദ്യത്തെ സ്റ്റേജിൽ വന്നത് ഞാനാണ്. ഞാൻ ആ സ്റ്റേജിൽ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ പൈശാചിക രൂപികളെ ഞാൻ കാണാൻ തുടങ്ങി. അത് അത്ര നിസ്സാരമായിരുന്നില്ല. അതിന് എനിക്ക് എൻ്റെ കൂടെ വന്നവരെ ഓർത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ചിരിച്ചു. ഇവർക്ക് അറിയുവോ, ഈ യൂറോപ്പിലേക്ക് 15 ദിവസം ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവർക്ക് ഇത്രയും വലിയ ഒരു പിശാചിന്റെ ഒരു ലോകത്തെ തന്നെ പിടിച്ചു ഉലുക്കിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ഈ കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാമോ എന്ന് ഓർത്തപ്പോൾ വസ്തുത്തിൽ നമ്മൾ ഉള്ളിൽ ചിരിക്കാന്ന് പറയില്ലേ, അങ്ങനെ ആ ധ്യാനത്തിന്റെ 7 ദിവസങ്ങള്. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഇതിങ്ങനെ കേൾക്കുന്ന ആളുകളാണ്, എന്നാൽ ലോകത്തിനത് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ ഈ വിളി, ദൈവത്തിന്റെ വിളികൾ ജയിപ്പിക്കും. എപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതികളെ പൂർത്തിയാക്കുന്നത്? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ദൈവം വിളിക്കുന്ന മനുഷ്യർ ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി തങ്ങളെ സമർപ്പിക്കുമ്പോഴാണ് സമ്പൂർണമായ സമർപ്പണം. അങ്ങനെ ഒരു സമർപ്പണം ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ പദ്ധതികളെ വിജയിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കൂ. കാരണം അത് മനുഷ്യരിലൂടെ പൂർത്തിയാകേണ്ടത്. അങ്ങനെ ഒരു മനുഷ്യന്റെ സമ്പൂർണമായ സമർപ്പണം ജീവിതകാലത്ത് ആയുസിന്റെ 3/4 ഭാഗത്തോളം കർത്താവിന്റെ ദാസന്റെ ജീവിതവും ജീവനുമാണ് സ്പിരിറ്റുനീസ്. ഞാനതുകൊണ്ട് സ്പിരിറ്റുനീസിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപോ ശേഷമോ ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ, ഇത് ഒരു മനുഷ്യന്റെ അധ്വാനമാണ്, ഒരു മനുഷ്യന്റെ വിലകൊടുപ്പാണ്, ഒരു മനുഷ്യന്റെ ശൂന്യവൽക്കരണമാണ്, ഒരു മനുഷ്യന്റെ കുരിശുമരണമാണ്. ഇത്രയും എതിർപ്പുകളിൽ നിലനിൽക്കുക എത്രത്തോളം വലിയ സമർപ്പണമാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്, നമ്മൾ ആരാണെന്ന് ഓരോ സ്പിരിറ്റുനീസുകാരനും തിരിച്ചറിയണം. ഈ കഴിഞ്ഞ ദിവസത്തില് റോമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മാർഗരേഖ, അത് നമ്മളെല്ലാവരും കേട്ടത് എന്താണ് കേട്ടത്? പരിശുദ്ധ കന്യകാമറിയം രക്ഷകയല്ല. ഞാനെങ്ങനെയാണ് കേട്ടത്? എനിക്ക് ഒരാള് മാതൃഭൂമിയുടെ ന്യൂസ് കട്ടിംഗ് ആണ് ആദ്യം വന്ന് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു തന്നത്. ഒരു സഹോദരി എനിക്ക് മാതൃഭൂമിയിലെ ന്യൂസാണ് അയച്ചു തന്നത്. ഞാനത് മാത്രം നോക്കിയോണ്ട് ഞാൻ കയറി നോക്കാൻ പോയില്ല. പക്ഷെ ഞാൻ അവിടെ ഒറ്റ കാര്യത്തിൽ എന്നെ മുറുകെ പിടിച്ചു. ഞാൻ ഒറ്റ കാര്യത്തിൽ എൻ്റെ ആത്മാവില്, കാരണം വിശ്വാസത്യാഗം ഉണ്ടാകും.
അത് സത്യമാണ്. വലിയൊരു വിശ്വാസത്യാഗം ഉണ്ടാകും. പക്ഷെ എൻ്റെ സമയമായിട്ടില്ല. പിന്നെ ഇതെന്താണെല്ലാം തകിടം മറിഞ്ഞ് ഞാൻ പോകുന്നത് പോലെ തോന്നിപ്പിക്കുന്ന അവസ്ഥ എന്താണ്? പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഏകതയെക്കുറിച്ചാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് പിശാച് വളരെ ഒരു അവസരം, പിശാച് കലക്കുക എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞ് ഇത് കലക്കാൻ ഒരു അവസരമാക്കി ശത്രു ഇത് ഉപയോഗിക്കും. കാരണം വചനത്തിന്റെ ആഴം അറിയുന്ന മനുഷ്യർ വളരെ കുറവാണ്. അതുകൊണ്ട് മാത്രം. കാരണം ഇത് 1000 പേര് കേട്ടു, അല്ലെങ്കിൽ 10,000 പേര് കേട്ടു, 1,00,000 പേര് കേട്ടു, എന്നിട്ട് അതിന്റെ ശരിയായ വ്യാഖ്യാനം അറിയുന്നത് അതിന്റെ 20-10% മാത്രം ആളുകളാണ് എന്താണ് ശരിയായിട്ടുള്ളതെന്ന് അറിയുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളത് കേട്ടപ്പോൾ കുലുക്കപ്പെട്ടത് നിങ്ങളുടെ വിശ്വാസമാണ്. ആണോ അല്ലയോ? നിങ്ങളുടെ വിശ്വാസം കുലുങ്ങി. എന്ന് മാത്രമല്ല, എൻ്റെ ആത്മാവിൽ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. പലരും പറഞ്ഞു, ഇനി കൊന്തയും ചൊല്ലി ബൈബിളും വായിച്ചുള്ള കാലത്ത് വീട്ടിലിരിക്കാം, അല്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധത്തിന് ഇനി ഇറങ്ങണ്ട. സഭ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ, ഒരാൾ എന്നോട് പറഞ്ഞു, മാതാവിന് പോലും രക്ഷയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് വന്നൊരു മെസ്സേജാണ്. മാതാവിന് പോലും സഭയിൽ ഒരു രക്ഷയില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഒരു മറുപടിയും കൊടുത്തില്ല അതിന്. പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യമായും എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ലോകത്തിലെ ഒന്നിനും പിടിച്ചു കുലുക്കുവാൻ പറ്റാത്തവണ്ണം ഒരു കാരിരുമ്പിന്റെ കരുത്തോടെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ സത്യമുണ്ട്. ഇനി ഈ ലോകത്തിലെ ആർക്കെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടു പോയാലും, സ്പിരിറ്റീസിന്റെ മക്കളെ സത്യമറിയുന്ന വചനത്താൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് 100 പേര് വിശ്വസിച്ച് ഉറച്ചു നിൽക്കാനുണ്ടെങ്കിൽ ഈ ലോകം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നും പള്ളിയിൽ ഇന്നത്തെ വചനഭാഗം ഞാൻ രാവിലെ പങ്കെടുത്ത കുർബാനയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതായിരുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ ഓരോ സ്പിരിറ്റീസുകാരനും, ഞാൻ ജോബി ബ്രദർ ഇവിടെ പാടിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഉണർത്തുപാട്ടുകളല്ല നമുക്കിനി ആവശ്യം, ജ്വലനത്തിൻ്റെതാണ്. ഹല്ലേലൂയ. ധൈര്യത്തിന്റെയും ശക്തിയുടെയും അധികാരത്തിന്റെയും ഉറപ്പിന്റെയും ഗാനങ്ങൾ ആലപിച്ച് നമ്മൾ ശക്തരും കരുത്തരുമായിരിക്കണം. എവിടെ? വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തില്. അതിന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഞാൻ എന്തിനാണ് ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകുന്നത്? ഇതിൽ എൻ്റെ ഡെപ്പോസിറ്റ് എന്താണ്? എൻ്റെ ആവശ്യങ്ങൾ നടക്കണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ തലമുറയ്ക്ക് വിടുതൽ കിട്ടണം, എനിക്ക് വിശുദ്ധീകരണം കിട്ടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നതിനും അപ്പുറം ദൈവത്തിന്റെ ഈ പദ്ധതി തിരിച്ചറിഞ്ഞ് ഇത് ജയിക്കണം, അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുവാൻ തക്ക വിശ്വാസമുള്ള, ധൈര്യമുള്ള എത്ര പേര് നിങ്ങൾക്കിടയിലുണ്ട്? അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മുടെ വിശ്വാസം കർത്താവുമായിട്ട് മാത്രമുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. നിങ്ങൾ പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച വിശ്വാസത്തിന്, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. യെശയ്യാ പ്രവചന ഗ്രന്ഥം 49 അധ്യായം 3 മുതലുള്ള വചനം, ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഒരു വലിയ ദൈവിക പദ്ധതിയെ സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത്, സ്വന്തം ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച്, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു വലിയൊരു ബലിയർപ്പണം അനുദിനം എന്നവണ്ണം ഒരു വലിയൊരു സമൂഹമായും ഒരു വ്യക്തിയായും കർത്താവിന്റെ ദാസൻ മുൻപിൽ നിന്ന് നയിക്കുന്ന ഈ സമൂഹത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്ക്, ഞാൻ കർത്താവിന് മുമ്പിൽ ഒരു പണത്തൂക്കം വിലയുള്ളതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലാതെ സ്ഥിരമായ അശുദ്ധിയുടെയും ആസക്തിയുടെയും പാപത്തിന്റെയും ദുരിതങ്ങളുടെയും പരാതികള്, സങ്കടങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, അസമാധാനം നിസ്സാരമായി അവഗണിക്കാവുന്ന, ചിന്തയിൽ അവഗണിച്ചു വിടാവുന്ന, ചിന്തയിൽ വേണ്ടെന്ന് വെക്കാവുന്ന, ചിന്തയില് പരിഗണിക്കാതിരിക്കാൻ കഴിയുന്ന എത്രയോ നിസ്സാര കാര്യങ്ങളാണ് നിങ്ങളെ വേദനകളായി, ദുഃഖങ്ങളായി, എപ്പോഴും മനസ്സിടിഞ്ഞ് തകർന്ന്
നിരാശപ്പെട്ട്, അസ്വസ്ഥപ്പെട്ട്, ആകുലപ്പെട്ട്, കലഹിച്ച് ഛിദ്രത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ അഭിഷേകത്തിന്റെ യാതൊരു തരത്തിലുള്ള സംരക്ഷണവോ ഈ അഭിഷേകത്തിന്റെ അധികാര മുദ്രയോ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ആര് തനിക്ക് ലഭിച്ച വചനത്തെ മുറുകെ പിടിച്ച്, ആ വചനത്തിന് തന്നെ സമർപ്പിച്ച്, ആ വചനത്തിന് തന്നെ കാഴ്ചവെച്ച്, ആ വചനത്തിന് വേണ്ടി തന്നെ ശുദ്ധീകരിച്ച് ആര് തങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വെച്ചിരിക്കുന്നുവോ, നിന്റെ കുടുംബത്തില്, ജീവിതത്തില്, സാഹചര്യങ്ങള് എത്ര വേദനിപ്പിക്കുന്നതാകട്ടെ, പക്ഷെ നിന്റെ ഹൃദയം, നിന്റെ ജീവിതം, നിന്റെ ഇന്ദ്രിയങ്ങള് ശുദ്ധമാണോ, നീ ജീവിക്കുന്നത് വിശുദ്ധിയിലാണോ, നിന്റെ ഹൃദയത്തിൽ വിശ്വാസമുള്ളതാണോ, നീ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തില് ഈ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അഭിഷേകത്തിന്റെ അധികാര മുദ്ര, ഞാൻ പറയാം, അവര് ജ്വലിക്കുന്ന ഒരു തീപ്പന്തമാണ് ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മളെ മൂർച്ച കൂട്ടിയെടുക്കേണ്ട ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ തേച്ചു മിനുക്കി മൂർച്ച കൂട്ടിയെടുക്കുക. ഞാൻ വായിച്ച വചനത്തിന്റെ തൊട്ടു മുമ്പിലെ ഭാഗം, കർത്താവ് എന്നെ മിനുക്കി അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. നമ്മളിലെ കർത്താവ് മഹത്വപ്പെടണം. ഹല്ലേലൂയ. ഓരോ സ്മൃതികാരൻ ആ നാമം ധരിക്കുന്ന, ആ നാമത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന, നാമത്തില് അറിയപ്പെടുന്നവരുടെ വചനത്തിന് വേണ്ടിയുള്ള സമ്പൂർണമായ ശൂന്യവൽക്കരണം. പരിശുദ്ധ കന്യകാമറിയം തന്നെ എത്രമാത്രം നിശബ്ദമായി വചനത്തിന് വേണ്ടി സമർപ്പിച്ചുവോ. ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധി, ജീവിത വിശുദ്ധി, തങ്ങളുടെ ജീവിതത്തെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ അന്ധകരണത്തെ എത്രയോ അധികമായി വിശുദ്ധീകരിക്കുകയില്ല. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം വന്നത്, നിങ്ങൾ ദൈവത്തെ അറിയാൻ വന്നു, ആ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞു, പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു സ്പിരിറ്റീസ് ആകും? നീ നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളില് നിന്റെ കണ്ണുകള്, കാതുകള്, ഹൃദയം, അധരം, നാവ്, നിന്റെ പഴയ ജീവിത രീതി അതെന്തായിരുന്നു? നീ ഇപ്പോഴും പഴയ ജീവിത രീതി പിന്തുടരുന്നവനാണോ? അന്നും ദുഃഖിച്ച്, നിരാശപ്പെട്ട്, പിറുപിറുത്ത്, പരാതി പറഞ്ഞ് ജീവിച്ചു, ഇന്നും ആത്മീയനായി അതേ ജീവിതം തുടരുകയാണെങ്കിൽ നീ ഒരിക്കലും ഒരു ആത്മീയനല്ല. നീ ഒരു ജഡികനാണ്, നീ ഒരു ലൗകികനാണ്. ഒരു ആത്മീയൻ അവൻ മരിച്ചു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എന്നിട്ട് നാം ചിന്തിക്കണം, ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്റെ കഴിഞ്ഞ കാലങ്ങളില് എന്റെ കണ്ണുകൾ കണ്ട, കാത് കേട്ട, അനുഭവിച്ചറിഞ്ഞ, ശരീരം പ്രവർത്തിച്ച പാപത്തിന്റെ അശുദ്ധിയുടെ എല്ലാ കളകളെയും തുടച്ചു മാറ്റാൻ യേശുവിന്റെ രക്തത്താൽ വലിയ വിശുദ്ധീകരണം എനിക്ക് ആവശ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവ് ദൈവമേ, അങ്ങയെ ശുശ്രൂഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ അന്ധകരണത്തെ എല്ലാ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കണമേ. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള വിശുദ്ധീകരണം, അതാണ് ദൈവവിളിയുടെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ സമർപ്പണം. അതിന്റെ കണ്ണിനെ നിയന്ത്രിക്കുക, അധരത്തെ നിയന്ത്രിക്കുക, ചിന്തയെ നിയന്ത്രിക്കുക, ഹൃദയത്തെ നിയന്ത്രിക്കുക. 3 രീതിയിലാണ് നമ്മൾ കുരിശു വഹിക്കേണ്ടത്. 1 ഹൃദയത്തില്, 2 അധരത്തില്, 3 നമ്മുടെ ചിന്തയില്. ഈ 3 തലങ്ങളിലും നമ്മൾ പാപത്തെ പ്രതി മരിച്ചവരായിരിക്കണം. കാരണം അവിടെ വിശുദ്ധ കുരിശനാൽ ക്രിസ്തു നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്വന്തമായിക്കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അവസാനത്തെ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്നത് അവസാന മണിക്കൂറുകളുടെ, അവസാന കാലഘട്ടത്തിന്റെ അവസാന നിമിഷങ്ങളാണ്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചു, ഇങ്ങനെ ഒരു രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ ഇനി ഒരു തിരഞ്ഞെടുപ്പ്, തീർച്ചയായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും ഒരു വെള്ളി തൂക്കം, എനിക്കും ഒരു പൊന്നിന്റെ തൂക്കം, വിശുദ്ധി, വിശ്വാസം, എന്റെ വചനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇസ്രായേലേ, നീ എന്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. അപ്പോൾ ദൈവമായി കർത്താവ് പറയുകയാണ്, നീ എന്റെ ആവനാഴിയിലെ ഞാൻ ഒളിച്ചു വെച്ച് മിനുക്കിയ അസ്ത്രം പോലെയാണ്. 2-ാം വചനം യെശയ്യാ 49:2, എന്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ അവിടുന്ന് എന്നെ ഒളിച്ചു വെച്ചു. ഒരു വലിയ ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആവനാഴിയിലെ തേച്ചു മിനുക്കിയ ഇരുതല വാളിന്റെ മൂർച്ചയുള്ള ഒരു അസ്ത്രമാണ് കർത്താവിന്റെ ദാസൻ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇന്ന് ദൈവം എന്നെയും നിങ്ങളെയും ശരിയായി, ഇന്നലെ വരെ നിങ്ങൾ കണ്ണടച്ച് ശത്രുവിനെ എതിർത്തു. എന്നാൽ ഇന്ന് ശത്രുവിനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഒന്നാമത് പിശാചിനെ നമ്മൾ എതിർക്കേണ്ടത് നമ്മുടെ വിശുദ്ധി കൊണ്ടാണ്. ഹല്ലേലൂയ. വിശുദ്ധി. നമ്മൾ ദൈവത്തിന് എന്നെ വിളിച്ചും പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. നമ്മുടെ വിശുദ്ധി കൊണ്ടാണ്. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ നമ്മളുടെ വില എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് എത്രത്തോളം കരുത്തുണ്ട്, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഭീരുത്വം നിറഞ്ഞതാണ്, എത്രത്തോളം ഭയമുള്ളതാണ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ തലമാണ് ദൈവിക വചനങ്ങളെ കുറിച്ച് നിനക്ക് എത്രത്തോളം അറിവുണ്ട്, എത്രത്തോളം വചനം നിന്റെ ഹൃദയം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിളക്കിൽ എണ്ണ വറ്റിപ്പോയവരാണ്, പഴയ തീഷ്ണത നഷ്ടപ്പെട്ടു പോയവരാണ്. ഇത്രയും വർഷം കർത്താവിന് വേണ്ടി നിന്നു, ഇത്രയും വർഷം പ്രാർത്ഥിച്ചു, പക്ഷെ മാറ്റമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല, കുറച്ചും കൂടി ഞാൻ നല്ലത് ആദ്യമായിരുന്നു, ആദ്യം ധ്യാനം കൂടിയപ്പം. നിങ്ങൾ അങ്ങനെ പറയും, നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണ്. എന്നാൽ കർത്താവ് നിന്നെ തൂക്കി നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളിൽ അനേകര് ശക്തരായി തീരണം. ബാറൂക്കിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം, ഇസ്രയേലേ, ജീവന്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനം ആർജിക്കുക. ഇസ്രയേലേ, നീ ശത്രു രാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? നമ്മളോട് ആദ്യം കേട്ടു എന്റെ വിശ്വാസവും. നമ്മൾ എന്താണ് ആദ്യം കേട്ടത്? എന്റെ ശക്തിയൊക്കെ പോയി. ഇനി പ്രത്യേകിച്ച് എന്നെ കൊണ്ട് കാര്യമൊന്നും ഇല്ല, പണ്ടത്തെ തീഷ്ണത ഇപ്പോഴില്ല. എന്നാൽ ഇവിടെ കർത്താവ് നമ്മളെ ഒരു പുതിയ പ്രകാശത്തിലേക്ക്, നമ്മുടെ അന്തരാത്മാവിൽ ആർക്കും കെടുത്തിക്കളയുവാൻ സാധിക്കാത്ത, നമ്മുടെ തലമുറകളിൽ ആർക്കും കെടുത്തിക്കളയുവാൻ സാധിക്കാത്ത, ദൈവം ശാശ്വതമായി സ്ഥാപിച്ച ക്രിസ്തുവിന്റെ ഒരു പുതിയ പ്രകാശം, ജ്ഞാനത്തിന്റെ ആ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഓട്ടം, നീ കഴിഞ്ഞ കാലങ്ങളിൽ ഓടിയതോ അധ്വാനിച്ചതോ നിന്നതോ ഒന്നും വൃഥാവിലാവുകയില്ല. ഹല്ലേലൂയ. അതിനെല്ലാം ദൈവം ഏറ്റെടുത്ത് ദൈവം അതിനെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത വചനം പറയുകയാണ്, ബാറൂക്ക് 3:12, ജ്ഞാനത്തിന്റെ ഉറവിടം നീ പരിത്യജിച്ചു, ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക, ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആര് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് ദൈവമായ കർത്താവ് നിഗൂഢമായി നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യം, ദൈവത്തിന്റെ ജ്ഞാനത്തിന് ആദിയിൽ ദൈവത്തോടുകൂടി ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ജ്ഞാനം ഈ ലോകത്തെ നവീകരിക്കുവാനും പവിത്രീകരിക്കുവാനും എല്ലാ സൃഷ്ടികളുടെ മേലും അധികാരം പുലർത്തുവാനും കഴിയുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പരിശുദ്ധമായ ഒരു അധികാരത്തിലേക്ക് ആ വലിയൊരു നിധി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, ഞാൻ എന്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്, അങ്ങനെ ശരിയായി ഇത് കേട്ടിട്ട് കാര്യമില്ല, ഹൃദയത്തിൽ അതൊരു പ്രകാശമായി വരണം. പാപത്തിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ളൊരു വിടപറയൽ. ഇനിയൊരു പാപം ചെയ്ത്, ഇനി വിശ്വാസം ഉപേക്ഷിച്ച്, ഇനി തീഷ്ണത നഷ്ടപ്പെട്ട് അങ്ങനെയല്ല. ഒരു ഒഴുകാൻ ഇറങ്ങിയ ഒരു കാള അതിന്റെ മുകളിൽ മുഖം വെച്ചിട്ടുണ്ട്, പിന്നീട് അത് തിരിഞ്ഞു നോക്കില്ല, അത് മുൻപോട്ട് മാത്രമാണ് പോകുന്നത്. അങ്ങനെ ഒരു വലിയ സമർപ്പണം, അങ്ങനെ സമർപ്പിക്കുവാനുള്ള ആളുകളെയാണ് ഈ തലമുറയിൽ ദൈവം തേടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരിൽ നിന്ന്, വിവേകികളിൽ നിന്ന്, പാണ്ഡിത്യമുള്ള ജ്ഞാനികളായിട്ടുള്ള അധികാരികളിൽ നിന്നൊക്കെ, ജ്ഞാനം എന്ന വാക്ക് ഞാൻ ആത്മീയ തലത്തിൽ ഉപയോഗിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും, എന്നാൽ അറിവുള്ളവരായിരിക്കെ അവർക്കറിയാം, ചരിത്രമറിയാം, സഭയുടെ അനേക കാര്യങ്ങൾ അറിയാം. അവരങ്ങനെ ആയിരിക്കും. അവരിൽ നിന്നെല്ലാം മറച്ച് ദൈവം ഒരു ചെറിയ സമൂഹത്തിന് വെളിപ്പെടുത്തി. ഒരു വലിയ സമൂഹത്തിന്, ഒരു ചെറിയ സമൂഹത്തിന് എന്ന് പറയുന്ന വാക്കിന് ഒപ്പം ഞാൻ പറയാം ഒരു വലിയ സമൂഹം. കാരണം ഒരു സ്പിരിറ്റീസുകാരൻ വിശ്വാസത്തില് ധൈര്യത്തോടെ ഉറച്ചു നിന്നാൽ അവനെ ഒരു ശത്രുവിനും പരാജയപ്പെടുത്താനോ സ്പർശിക്കാനോ സാധിക്കില്ല. 3 ആയുധങ്ങൾ ധരിക്കണം: വിശുദ്ധി, വിശ്വാസം,
വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത് ദൈവത്തിൻ്റെതാണ്. ഈ നാമം, ജീസസ് എന്ന നാമം, അതിന്റെ അധികാരം, അതിന്റെ ശക്തി, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് ഈ തലമുറയ്ക്ക്, ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം സംഭവിക്കുക എന്ന പിതാവിന്റെ മുൻകൂട്ടിയുള്ള ഹിതവും നിശ്ചയവുമാണ്. അത് ആരംഭിച്ചിരിക്കുന്നതോ 1917 ഫാത്തിമയില് 3 കുഞ്ഞുങ്ങളോട് പ്രത്യക്ഷപ്പെട്ട് നരകത്തിലെ തീയിലേക്ക് കടന്നു പോകുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള രക്ഷയുടെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവം ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത ശാശ്വതമായ ഒരു വഴി തുറന്നു വെച്ചു. നമ്മൾ 40-ലധികം തവണ നമ്മളിവിടെ വന്ന് ഇവിടെ ഫാത്തിമ ജുമാല റാലി നമ്മൾ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് വലിയൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ഫാത്തിമയിൽ നിന്ന് നമ്മളിലേക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതീകാത്മകമായിട്ട്, ഒരു സിംബോളിക്കായിട്ട് മാതാവിന്റെ ഒരു തിരുസ്വരൂപം ഇവിടെ കൊണ്ടുവച്ചുകൊണ്ട് ആ ഫാത്തിമ നാഥയോട് ചേർന്ന് നടത്തുന്ന ഒരു ജുമാല റാലിയിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അവസാനത്തെ വചനം ഇതാണ്: കർത്താവിന്റെ ദാസനിലൂടെ പ്രഘോഷിക്കപ്പെട്ട ഒരു വചനം പോലും വൃഥാ പോകരുത്, ചിതറിപ്പോകരുത്, ശേഖരിക്കപ്പെടാതിരിക്കരുത്. നിങ്ങൾക്കതിന് സാധിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന്റെ വചനം അറിവുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ച് ഓരോ സ്മൃതിസാരും അറിയണം, ഇത് എൻ്റെ വിളിയുടെ മണിക്കൂറാണ്. ഞാൻ ദൈവത്തോട് പ്രത്യുത്തരിക്കേണ്ട മണിക്കൂറാണ്. ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കും. ഇനി ലോകത്തിൻ്റെതായിട്ട് ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടിയ വചനം ഒന്നും ചിതറിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഈ വചനത്തിന്റെ യഥാർത്ഥമായ കാവൽക്കാരനായി കർത്താവ് നോക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹം, അചഞ്ചലമായ വിശ്വാസം, പരിശുദ്ധ കന്യകാമറിയത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതവും അചഞ്ചലവുമായ വിശ്വാസം, അവൾ ഏകയായിട്ടാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ച ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. ഹല്ലേലൂയ. അവനെ കുരിശിൽ നിറക്കി മടിയിൽ കിടത്തി അവിടെ നിന്ന് എടുത്ത് കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചിരുന്നു. എല്ലാത്തിന്റെയും അവസാനമായിരുന്നത് തിരിച്ച് ഒരാരംഭമില്ലാത്തവണ്ണം ശിഷ്യന്മാര് ചിതറിക്കപ്പെട്ടു. ചേർന്ന് നിന്നവരെല്ലാം ഓടി ഒളിച്ചു. എല്ലാത്തിന്റെയും പരിസമാപ്തി, എല്ലാം അവസാനിച്ചു. തകർച്ചയുടെ പാരമ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊരു വിജയത്തിന്റെ ഏറ്റവും നിശബ്ദമായ മണിക്കൂറുകള്. അവിടെ കന്യകാമറിയം വിശ്വസിക്കുകയാണ്, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനാകൊണ്ട് അവൻ മരണത്തിന്റെ മേലും പിശാചിന് മേലും നരകത്തിന്റെ മേലും വിജയം വരിച്ച് വിജയശ്രീ ലാളിതനായി ജീവിക്കുന്നവരിൽ നിന്നുള്ള ആദ്യത്തെ ഉയർപ്പ് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചു കാത്തിരുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് അതില് 1000 തവണ അല്ലെങ്കിൽ 10,000 ഇടങ്ങ് ഉറപ്പ്, ഗ്യാരണ്ടി, ഉറപ്പോടുകൂടി വിശ്വാസം, സംശയമില്ലാത്ത, ഭയമില്ലാത്ത, ആകുലതയില്ലാത്ത, അത് സംഭവിക്കുമോ എന്ന് കണ്ണു തുറന്ന് നോക്കേണ്ട ആവശ്യമില്ലാത്ത, അത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് അവിടെ കല്ലറയിൽ വരെയും പോയി നോക്കേണ്ട ആവശ്യമില്ലാത്ത ഉറപ്പായ, ശക്തമായ, ദൃഢമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം അവളുടെ ഹൃദയത്തില് വചനം ശേഖരിച്ച്, തന്നെല്ലാം ഹൃദയത്തിൽ ശേഖരിച്ച് വചനം കൊണ്ട് കന്യകാമറിയം നേടിയെടുത്ത വിശ്വാസത്തിന്റെ ഒരു നെടും തൂണ്. ആ വിശ്വാസത്തിലാണ് ആദിമസഭ പടുത്തുയർത്തപ്പെട്ടത്. അതേ വിശ്വാസത്തിലാണ് ഇന്നും ഈ 2025 വർഷങ്ങൾക്ക് ഇപ്പുറവും കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം നിലനിൽക്കുന്നത്. കന്യകാമറിയത്തിൽ ഉത്ഭവിച്ച ആ അതേ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന് വിലയുണ്ട്. ഞാൻ വിശ്വസിക്കണം, ശത്രുവിന്റെ രാജ്യം തകരണം, ശത്രുവിന്റെ തല തകരണം, പിതാവിന്റെ പദ്ധതികള് പൂവണിയണം. അതിനുവേണ്ടി ഞാൻ പറയും, കർത്താവെ, എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഒരു സമർപ്പണം. ഞാൻ ജീവിച്ചാൽ കർത്താവിനുള്ളതാണ്, ഞാൻ മരിച്ചാലും കർത്താവിനുള്ളവരാണ്. അങ്ങനെ ദൈവം സ്റ്റുഡൻസിന്റെ മക്കളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു മണിക്കൂറില്, ഒരു സമയത്ത് ഒരുപക്ഷെ അത് നിങ്ങളെ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാകാം. അങ്ങനത്തെ ഒരു പരിശോധന. നിനക്ക് ഒരുക്കമുണ്ടോ? നിനക്ക് സമർപ്പണമുണ്ടോ? നിനക്ക് യോഗ്യതയുണ്ടോ? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എന്റെ വിശ്വാസം, അതിന്റെ കാവൽക്കാരനായി ഞാൻ രണ്ടാമതൊരാളെ നിർത്തിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്റെ വിശ്വാസം എന്റെ ഹൃദയത്തിലാണ്. അതിനെ സ്പർശിക്കാൻ ഈ ലോകത്തിന് സാധിക്കില്ല. ഒരു വലിയ ഉറപ്പ്, ഒരു വലിയ ധൈര്യം. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ. നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ വളരണം. കർത്താവേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാ ദിവസവും നിങ്ങൾ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി, അത് ശക്തമാകാൻ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വചനത്തോട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സമയം കണ്ടെത്തുന്നവരാകണം. നമുക്ക് ഈശോയോട് ഒരു തീരുമാനമെടുക്കാം. നമ്മൾ ഇത്രയും നാളും എങ്ങനെയാണ്, നമ്മൾ ഇത്രയും നാളും ഒരു യുദ്ധരംഗത്താണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളൊരു പള്ളി പെരുന്നാളിൽ നിന്ന പോലെയാണ് നിന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അത് മോശമായി പോവില്ല. ആണോ അല്ലയോ? അതെ, നമ്മളൊരു കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കെ നമ്മൾ പള്ളിയിൽ തിരുനാളൊക്കെ നടക്കുമ്പോൾ നമ്മൾ എല്ലാം കാണും, എല്ലാം നോക്കും, എല്ലായിടത്തും നമ്മുടെ കണ്ണു പതിയും. ചിലരൊക്കെ ആ മനസ്സോടുകൂടിയാണ് ഈ ആത്മീയ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നത്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ ആരും ആകട്ടെ, ഒറ്റ കാര്യമേ ഉള്ളൂ. നീ വിശുദ്ധനാണോ? നീ വിശ്വസിക്കുന്നുവോ? നിന്നിൽ വചനമുണ്ടോ? നിന്റെ ആ 3 നിധികള് ദൈവത്തിന്റെ വിജയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി മുതൽ നമുക്ക് ഇനി അങ്ങനെയുള്ളവരായിരിക്കും ഇനി സ്പിരിറ്റുകാര് എന്നറിയപ്പെടണമെങ്കിൽ ധ്യാനം കൂടുന്നത് കൊണ്ടല്ല, യഥാർത്ഥമായി മൂല്യമുള്ളവര്, വിലയുള്ളത്, ചെളിയല്ല, മണ്ണല്ല, പുല്ലല്ല, വെള്ളിയും പൊന്നുമായി തീർന്നിട്ടുള്ള അങ്ങനെയുള്ളവരായിരിക്കാം ഇനി ആ നാമത്തില് അറിയപ്പെടുകയും വിളിക്കപ്പെടുകയും ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിച്ച രഹസ്യങ്ങൾ, അറിവുകൾ, അത് നമുക്ക് വിശ്വസിക്കാം, അത് നമുക്ക് ഹൃദയത്തിൽ ശേഖരിക്കാം. എന്നിട്ട് അത് നമുക്ക് ശക്തരാകാം. കർത്താവ് നമ്മളിലൂടെ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കർത്താവ് നമ്മളിലൂടെ ഈ ഭൂമിയിൽ സംജാതമാക്കട്ടെ. ദൈവത്തിന് ഒരാൾ 1000 തുല്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രയേലെ, നമ്മൾ സന്തുഷ്ടരാണ്. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 18-ാമത്തെ വചനം. ഉത്കൃഷ്ടമായ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും അമ്മയാണ് ഞാൻ അനശ്വരയായതുകൊണ്ട് അവൻ പേര് നൽകിയ എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ നൽകുന്നു. പരിശുദ്ധ കന്യകാമറിയം എല്ലാവർക്കും ഞാൻ അനശ്വരയായതുകൊണ്ട് എല്ലാ തലമുറയിലും നിലനിൽക്കുന്നവളാണ്. വിശുദ്ധമായ പ്രത്യാശയുടെയും ഭക്തിയുടെയും, ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ പ്രത്യാശയുടെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്മയാണ് ഞാൻ അനശ്വരയായതുകൊണ്ട് അവൻ പേര് നൽകിയ എൻ്റെ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനമാണ്, ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളിൽ നിന്ന്, കന്യകാമറിയത്തിൽ നിന്ന് മാംസം ധരിക്കപ്പെട്ട ജ്ഞാനമായ പരിശുദ്ധ കന്യകയിൽ നിന്ന് രക്ഷകൻ ഉത്ഭവിച്ചു. യേശുവിൻ എന്ന ദൈവത്തിന്റെ പുത്രൻ മാംസവും അസ്ഥിയും ശരീരം സ്വീകരിച്ചത് കന്യകാമറിയത്തിൽ നിന്നാണ്. കന്യകാമറിയത്തിൽ ആദത്തിന്റെ പാപത്തിന്റെ സ്പർശമുണ്ടെങ്കിൽ അതേ രക്തം സ്വീകരിച്ച മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവപുത്രന്റെ മേൽ അതേ കളങ്കം വരും. അതൊരു സ്വാഭാവിക നിയമമാണ്. പക്ഷെ ആ ഒരു സ്വാഭാവികമായി ചിന്തിക്കാവുന്ന അറിവ് പോലും ചിന്തിക്കാൻ ഇന്ന് യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് പോലും കഴിയുന്നില്ല. അവർ കന്യകയെ, പരിശുദ്ധമ്മയെ അന്ധമായി എതിർക്കുകയാണ്. അന്ധതയുടെ ആ ആവരണം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിന് അവസാന നാളുകളിൽ കൊടുത്തിട്ടുള്ള ശക്തിയും അധികാരവും മനുഷ്യകുലത്തിന്റെ മേൽ കടന്നു വരാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കപ്പെടാതിരിക്കാൻ പിശാച് അന്ധതയുടെ ഒരാവരണം ചമച്ചുകൊണ്ട് വിശ്വസിക്കുന്നവരെയും പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്നവരെ പോലും ഭയചകിതരാക്കി, അന്ധരാക്കിക്കൊണ്ട് അവന്റെ രാജ്യത്തെ നിലനിർത്താൻ അവൻ ശ്രമിക്കുമ്പോൾ, സത്യവചനം അതിന്റെ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ, മായം ചേർക്കാതെ, അതിന്റെ ഏറ്റവും രഹസ്യങ്ങൾ, അതിന്റെ ആഴങ്ങൾ അറിഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കേട്ട വചനം ശേഖരിച്ച് അത് പഠിച്ച്
നിങ്ങളെ തന്നെ ഒരുക്കി അതിന് നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളെക്കുറിച്ചും പറയും. യെശയ്യാ 49:2 വചനം പറയുന്ന പോലെ, നിന്നെ ഞാൻ മൂർച്ച കൂട്ടി എൻ്റെ ആവനാഴിയിലെ ഒരു അസ്ത്രമാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിളി അതാണ്. കർത്താവിന്റെ കയ്യിലെ മൂർച്ചയുള്ള ഒരു അമ്പായി, ഒരു വില്ല, ഒരു ആയുധമായി എനിക്ക് മാറണമോ? അപ്പോഴാണ് നമ്മൾ ശത്രുവിനെതിരെ നിൽക്കാൻ ശക്തരായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ദൈവിക വിളി എന്ന് കർത്താവ് നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. കുറച്ചുകൂടെ ആത്മസമർപ്പണവും സ്വയം ദാനവും. ഒരു കുരിശിന് നമ്മൾ കീഴ്വഴങ്ങണം. നിയന്ത്രിക്കണം ഇന്ദ്രിയത്തെ, നിയന്ത്രിക്കണം ചിന്തകളെ. ടിവിക്കും ഇന്റർനെറ്റിനും മൊബൈൽ ഫോണിനും വാട്സപ്പിനും ഒക്കെ കൊടുക്കുന്ന സമയങ്ങളെ അവസാനിപ്പിക്കണം. അതുകൊണ്ടൊന്നും എനിക്ക് നിത്യജീവൻ ലഭിക്കാത്ത എല്ലാ ഉറവിടങ്ങളെയും മാറ്റിവെക്കണം. എന്നിട്ട് കർത്താവിന്റെ മുൻപിൽ ഇരിക്കണം. ജീവന്റെ ഉറവ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവന്റെ ഉറവകൾ ഒഴുകും. ആ ഉറവ എന്നിലേക്ക് വരാൻ ഞാൻ ദൈവത്തിന്റെ കൂടെ ഇരിക്കണം. ദൈവത്തോട് കൂടെ ഞാനും ദൈവവും മാത്രം. ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തിന് മുമ്പിൽ തന്നെ താഴ്ത്തണം, തന്നെ ശുദ്ധീകരിക്കണം. നമ്മളെ ശുദ്ധീകരിച്ച്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, കർത്താവിന്റെ ആലയത്തിന് വേണ്ടി ഞങ്ങൾ 2-3 വർഷം മുമ്പ് ഒരു സാമ്പത്തിക സ്രോതസ് കർത്താവിന്റെ ദാസൻ ക്രമീകരിക്കുകയാണ്. പക്ഷെ അത് ഞങ്ങൾ കുറേയേറെ ശ്രമിച്ചിട്ടും ഒരു കാരണവുമില്ലാതെ അത് ക്രമീകരിക്കപ്പെടുന്നില്ല. ഫണ്ട് കയ്യിൽ വരുന്നില്ല. ഞങ്ങൾ അന്നൊരു ഉപവാസ പ്രാർത്ഥന നടത്തി. ഞാൻ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവെ, അങ്ങയുടെ ദാസരുടെ കരങ്ങളിൽ നിന്ന്, അങ്ങയുടെ ആലയം പൂർത്തിയാകാൻ അങ്ങയുടെ ദാസരുടെ കരങ്ങളിൽ നിന്ന് ഈ കാഴ്ച സമർപ്പിക്കാൻ, ഇത് സ്വീകാര്യമാകാൻ അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ താഴ്ത്തി ഞങ്ങളുടെ ഈ തീരുമാനത്തെ, ഇങ്ങനെ എടുക്കുന്നൊരു തീരുമാനത്തെ കർത്താവെ അവിടുന്ന് സ്വീകരിക്കണമേ. അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അല്ലാതെ കർത്താവിന്റെ ദാസൻ, ദൈവമേ, ഞാൻ ഇത്രയും വലിയ ഭാരം ഏറ്റെടുക്കുകയാണ്, ഞാൻ ഇത്രയും വലിയ ബാധ്യത ഏറ്റെടുക്കുകയാണ്, ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇന്ന കാര്യം ചെയ്യുകയാണ്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കണം, അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. മറിച്ച്, ദൈവമേ, അങ്ങയുടെ ദാസന്റെ കരങ്ങളിൽ നിന്ന് അങ്ങ് ഇത് സ്വീകരിക്കുമാറാകണമേ, അത് സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമേ. തലമുറകൾക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ദൈവസന്നിധിയിലെ നമ്മുടെ പ്രാർത്ഥന ഏതാണ്? നമ്മളെ തന്നെ താഴ്ത്തുക. കാരണം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്: തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള തുല്യത ഒരു തലത്തിലും യേശുക്രിസ്തു നിലനിർത്തിയില്ല. എല്ലായിടത്തും പിതാവിന്റെ മുമ്പിൽ താഴ്ന്നു. കണ്ണുനീരോടും യാചനയോടും കൂടെ എല്ലാ ദിവസവും പിതാവിന്റെ മുമ്പിൽ യേശു പ്രാർത്ഥനകൾ സമർപ്പിച്ചു. ദൈവമാണ്. ആകൃതിയിൽ മാത്രമേ മനുഷ്യനെ പോലെ ആയിട്ടുള്ളൂ, പക്ഷെ അവൻ ദൈവമാണ്. പക്ഷെ അവിടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണം. അവൻ പിതാവ് ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടും യാചനയോടും കൂടെ തന്റെ അപേക്ഷകൾ, തന്റെ പ്രാർത്ഥനകൾ, തന്റെ ആവശ്യങ്ങൾ പിതാവ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഹൃദയ താഴ്മ, അതേ വചനം തന്നെയാണ് പരിശുദ്ധ കന്യകയിൽ കാണുന്നത്. വചനം പറയുന്ന അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. അപ്പോൾ ഹൃദയത്തെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയായി സമർപ്പിച്ച്, ദൈവം, എനിക്ക് യോഗ്യതയില്ല നിന്റേതായിരിക്കാൻ, നിന്റെ നാമം ഉച്ചരിക്കാൻ, നിന്റെ വചനം പറയാൻ, നിന്നെ പ്രഘോഷിക്കാൻ, നിന്നെ കൊടുക്കാൻ, നിന്റെ നാമം ധരിക്കാൻ, നിന്റെ നാമത്തിൽ അറിയപ്പെടാൻ എന്നെ യോഗ്യനാക്കണമേ. ആ ഒരു ഹൃദയ താഴ്മയുടെ 1-ാം തലമാണ് ഞാൻ ദൈവത്തോടു കൂടെ ആയിരിക്കുക. അവനോട് കൂടെ, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിനക്ക് സമയമില്ലെങ്കിൽ, നിനക്ക് മണിക്കൂറുകൾ ഇല്ലെങ്കിൽ, നിന്റെ യാത്രകളും നിന്റെ അധ്വാനങ്ങളും നിന്റെ പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാണ്. ഇതെല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ ഞാൻ പറയും, നിങ്ങളൊന്ന് റീസ്കെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ സമർപ്പണത്തെ. ഇത്രയും വർഷം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, എനിക്ക് വെറുതെ മരിക്കാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തോട്, ദൈവമേ, എനിക്ക് ഇങ്ങനെ മരിക്കാൻ പറ്റില്ല. കാരണം എന്റെ സമർപ്പണം വളരെ വലുതാണ്. വെറുതെ ഒരു നായെപ്പോലെ മരിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തോട്, ദൈവമേ, അതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുവോ ആ ലക്ഷ്യത്തിൽ ജയിക്കാൻ അവിടെ നിന്നെ തിരഞ്ഞെടുക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ നിലനിർത്തണമേ, എന്നെ നയിക്കണമേ, നീ അങ്ങയുടെ അധികാരത്തെ പകർന്നു തരണമേ. ആ ഒരു ബന്ധം നമുക്ക് യേശുക്രിസ്തുവുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉണർവ് തിരുസഭയ്ക്ക് ആവശ്യമാണ്. ഈ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ
നമ്മൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന കെണികളല്ല പിശാച് അടുത്ത വർഷത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നത്, നാളേക്ക് പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ പിശാച് ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപേ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുമ്പേ അവൻ അവൻ്റെതായ പദ്ധതികളെല്ലാം പൂർത്തിയാക്കുകയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ട്, അത് നിങ്ങളെ വേദനിപ്പിക്കുന്നു. പക്ഷെ എത്ര പേരുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുമുള്ള നാമത്തിൽ എന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അസ്വസ്ഥതകളെയും ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. നിന്റെ ജോലി സ്ഥലത്ത് അസ്വസ്ഥതയുണ്ട്, നീ അവിടെ പോകുന്നതിന് മുൻപ് വലതുകരം ഉയർത്തിപ്പിടിച്ച്, ഭവനത്തിലാണെങ്കിൽ വലതുകരം ഉയർത്തിപ്പിടിച്ച് അധികാരത്തോടെ, ഇത് കർത്താവിന്റെ നാമം വഹിക്കുന്ന എന്റെ ജീവിതമാണ്, എന്റെ ഭവനമാണ്, എന്റെ ജോലി സ്ഥലമാണ്, അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അസ്വസ്ഥതകളെയും ഞാൻ ബന്ധിക്കുന്നു. എന്തുകൊണ്ട് നിനക്ക് ശത്രു നിന്നെ ആക്രമിക്കുന്നതിന് മുൻപ് നിനക്ക് എന്തുകൊണ്ട് അവന്റെ വഴികൾ അടച്ചുകൂടാ? അവൻ നിന്റെ ഭവനത്തിൽ വരുന്നതിന് മുൻപ് നിനക്ക് എന്തുകൊണ്ട് നിന്റെ ഭവനത്തിന്റെ വാതിലുകൾ അടച്ചുകൂടാ? നിനക്ക് കഴിയാഞ്ഞിട്ടാണോ? ആണോ? നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണോ? ആണോ? അല്ല, നിനക്കത് സാധിക്കും. പക്ഷെ അവിടെ നിനക്ക് ഗൗരവമായ നിങ്ങളുടെ ഗൗരവബോധം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ഗൗരവബോധം കേൾക്കുന്നതിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിക്കുന്നതിലില്ല. നിങ്ങൾ നാളെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നസറേനായ യേശുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുമുള്ള നാമത്തിൽ എനിക്കെതിരെ നിൽക്കുന്ന, എന്റെ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ അപ്പനെ, എന്റെ അമ്മയെ, എന്റെ മക്കളെ, എന്റെ മരുമകളെ സ്വാധീനിക്കുന്ന എല്ലാ അസമാധാനത്തിന്റെ ശക്തികളും യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. വിട്ടു മാറാതിരിക്കുമോ? മാറുമോ ഇല്ലയോ? മാറും. നിങ്ങൾ ഇത് സ്ഥിരമായി ചെയ്താൽ എന്നേക്കുമായിട്ട് അവസാനിക്കുമോ ഇല്ലയോ? അവസാനിക്കും. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ, നിന്റെ ചുമലിലുള്ള നുകം തകർന്നു വീണ് കഴിഞ്ഞാൽ അടുത്ത വിളിയാണ്, ദൈവത്തിന് നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിസ്സാരമായി നിന്നെ പൂട്ടിയിടുന്ന, നിസ്സാരമായി നിന്നെ ദുർബലനാക്കുന്ന, നിസ്സാരമായി നിങ്ങളെ ഭയപ്പെടുത്തുന്ന സാമ്പത്തിക ഞെരുക്കമുണ്ട്. ശരിയാ, ഞാൻ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള കുടുംബത്തിലല്ല ജനിച്ചത്. എനിക്ക് അതിനുള്ള വരുമാന മാർഗം ഇത്രയാണ്, ഇതാണ് എന്റെ വരുമാന മാർഗം, ഇതാണ് എന്റെ ആസ്തി, ഇതാണ് എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാം, ഞെരുക്കങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം എന്നെ നയിക്കുന്നു. ഒരു വരുമാന മാർഗം ഉണ്ടാവണം, അധ്വാനിച്ച് ജീവിക്കണം. അതെല്ലാം നമ്മൾ ഇടതും വലതും മുമ്പിലും പുറകിലും എല്ലാവരോടും കടം വാങ്ങി അതൊരിക്കലും തിരിച്ചു കൊടുക്കാതെ അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നിങ്ങളെ എവിടെയാണോ പിശാച് നിങ്ങളെ ചങ്ങലക്കിടുന്നത്, എവിടെയാണോ പിശാച് നിങ്ങളെ ബന്ധനത്തിലാക്കാൻ ശ്രമിക്കുന്നത്, അവിടേക്ക് അധികാരത്തോടെ അവനെ വിളിക്ക്. അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്ലാണ്ട് ഒരേ സമയത്ത് ശക്തന്മാരും അതേ സമയത്ത് അടിമകളുമായിട്ട് ഇരിക്കരുത്. ഒന്നെങ്കിൽ നീ അടിമ, അല്ലെങ്കിൽ നീ ഉടമ. ഇതിലേത് വേണമെന്നുള്ളത് നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ പിശാചിന്റെ അടിമയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ അതിനെ ജയിച്ചവനായി, തകർത്ത് കളഞ്ഞവനായിട്ട് നിൽക്കണം. അത് നമ്മുടെ തീരുമാനമാണ്. ഞാൻ തീരുമാനിക്കുകയാണ്, എന്റെ ജീവിതത്തിലെ പിശാച് ജയിക്കരുത്. അത് എന്റെ ശബ്ദമാണെങ്കിൽ, ഞാൻ ശത്രുവിനെ, അവൻ എന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ ബന്ധിച്ചു കഴിഞ്ഞാൽ, എന്നിൽ ദൈവത്തിന്റെ ശക്തിയുള്ളത് കൊണ്ട്, എന്നിൽ ദൈവത്തിന്റെ അധികാരമുള്ളത് കൊണ്ട്, ഞാൻ വഹിക്കുന്ന അഭിഷേകത്തിന്റെ ശ്രേഷ്ഠത വലുതായതുകൊണ്ട് അവന്റെ രാജ്യവും അവന്റെ അധികാരവും അവന്റെ ഭരണവും തകർന്നു വീഴുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരത്തിന്റെ വടികൾ, അധികാരത്തിന്റെ ദണ്ഡുകൾ എടുത്ത് ആദ്യം സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടെ ബന്ധനങ്ങളെ തകർത്തുകള, ചങ്ങലകളെ തകർത്തുകളയ, അടിമത്തങ്ങളെ ഉടച്ചു കളയ. കർത്താവിന്റെ നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കണം. സ്ഥിരമായിട്ട് സാമ്പത്തിക ഞെരുക്കം അതാണോ? ഇല്ല, ഞാൻ ദരിദ്രനായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ദൈവമേ. ഇതിനെ കീഴ്പ്പെടുത്തി, എന്റെ വിശ്വാസത്തെ കീഴ്പ്പെടുത്തി, എന്നെ ആകുലപ്പെടുത്തി, എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, എന്റെ ശുശ്രൂഷ ജീവിതത്തെ പരാജയപ്പെടുത്തി തുരങ്കം വെക്കാൻ ഈ സമ്പത്തിനെ ഞാൻ അനുവദിക്കില്ല ദൈവമേ. ഈ പാപത്തെ ഞാൻ അനുവദിക്കില്ല ദൈവമേ. ഈ അസ്വസ്ഥത ഞാൻ അനുവദിക്കില്ല ദൈവമേ. അങ്ങനെ നീ ആദ്യം നിന്നോട് എതിർക്ക്, നിന്നോട് യുദ്ധം ചെയ്യ്. നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന അന്ധകാരത്തെ നീ തകർക്ക്. അപ്പോൾ നീ ശക്തനായിട്ട് മാറും. അപ്പോൾ നിന്റെ അധരത്തിൽ ദൈവസ്തുതിപ്പുകൾ ഉണ്ടാകും. ദൈവം എന്റെ കൂടെയുണ്ട്, കർത്താവ് എനിക്ക് ശക്തിയാണ്, കർത്താവ് എനിക്ക് പരിചയമാണ്. അതിന്റെ തേങ്ങലുകൾ എപ്പോഴും ഇടിഞ്ഞു തകർന്ന മനസ്സ്, മ്ലാനമായ വ്രണിതമായ ഹൃദയവും മ്ലാനമായ മുഖവും, അതൊരു സ്പിരിറ്റ് അല്ല.
നമ്മൾ ഇത്രയും വചനം സ്വീകരിച്ച മനുഷ്യനാണ്. ഇടിഞ്ഞു തകർന്ന മനസ്സ്, വ്രണിതമായ ഹൃദയം, മ്ലാനമായ മുഖം പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ആ ബന്ധനത്തെ യേശുവിന്റെ നാമത്തില് തകർത്ത് കളയ. നിനക്ക് ശക്തിയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഞാൻ ഇനി മുതൽ ക്രിസ്തുവിനോടുകൂടെ ഈ അഭിഷേകത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം അവിടുത്തെ മുമ്പില്. നമുക്ക് അവിടുത്തോട് പറയാം, കർത്താവ്, ഈ നാളുകളിൽ വളരെയേറെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടുകയാണ്. അവസാന കാലഘട്ടങ്ങളിൽ ജ്ഞാനികളായി തീരും. ഈ ജ്ഞാനം വിളമ്പുന്ന ഈ മണ്ണിൽ ഞാൻ വരികയാണ്. ഞാനും ഇതെല്ലാം കേൾക്കുന്നു. പക്ഷെ എത്രത്തോളം അത് ഞാൻ പ്രാപിക്കുന്നുണ്ട്? നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചാൽ അവിടെ ബന്ധിക്കപ്പെടും, അധികാരമുണ്ട്. പക്ഷെ അനുദിന ജീവിതത്തിൽ പോലും നിരന്തര ക്ലേശങ്ങളിൽ ആ അധികാരം സ്വയം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം കേൾക്കുന്നു മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും പ്രാപിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതുള്ള ഒരു കാര്യം, അത് ഒരു വലിയ ഉദാഹരണവുമാണ്. പിശാച് നിന്നെ ഞെരുക്കുന്നതിന് മുമ്പ് നീ അവന്റെ വഴി അടയ്ക്ക്. അവൻ നിന്റെ സമീപത്ത് വരാതിരിക്കാനുള്ള അവന്റെ മാർഗങ്ങളെ അടച്ചുകളാ. നിനക്ക് സാധിക്കണം. അതല്ലെങ്കിൽ പിന്നെ ജനിച്ചത് വെറുതെ ആയി പോകും. ആണോ അല്ലയോ? അതെ, ഇത്രയും വചനം കേട്ടത് വെറുതെ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഉണരാം. നമുക്ക് കർത്താവിന് വേണ്ടി എനിക്കിത് സാധിക്കും. എനിക്ക് കിട്ടിയ വചനം അതിന്റെ നിധിയാണ്. ഈ ജീവിതത്തിൽ ദൈവത്തിന് തരാൻ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ വചനം. ദൈവം എന്നെ ഏൽപ്പിച്ച വചനം അതെന്റെ നിധിയാണ്. ഇനി അതിൽ കൂടുതൽ ഒന്നും എനിക്ക് കിട്ടാനില്ല. ഹല്ലേലൂയ. ഇനി അതിലും വലിയൊരു ശക്തി എനിക്ക് വരാനില്ല. ഹല്ലേലൂയ. അതിലും വലിയൊരു അധികാരം ഇനി എനിക്ക് വരാനില്ല. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ശക്തി എന്റെ മേലുണ്ട്. കർത്താവിന്റെ വചനം എന്റെ മേലുണ്ട്. കർത്താവിന്റെ അധികാരം എന്റെ മേലുണ്ട്. കർത്താവിന്റെ മഹത്വം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സ്പിരിറ്റുകാരനും തന്റെ വിശ്വാസത്തിൽ കാലുറപ്പിച്ച് നിങ്ങൾ അധികാരത്തോടെ നിന്റെ കുടുംബത്തിൽ നീ ഉയർന്നു നിന്നേ. നിന്നെ ഞെരുക്കുന്നതെല്ലാം അതൊരു ഒരു മൂടൽ മഞ്ഞ് പോലെ അപ്രത്യക്ഷമായിട്ട് മാറും. എന്നിട്ട് കർത്താവ് നിന്നെ എത്രയോ വലിയ കാര്യങ്ങൾക്ക്, എത്രയോ ആത്മാക്കളെ നേടാൻ കർത്താവ് നിന്നെ വിചാരിച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടില്ല? വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, ആരോഗ്യം പോലും ഇല്ല. പക്ഷെ ആ വ്യക്തി വിശ്വസിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന് ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ധീരയായ പടയാളിയുടെ ശക്തമായ മുന്നേറ്റത്തിന് തുല്യമാണ് ആ വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മഹത്വത്തിന്റെ ഈ വിളിയില്, മഹത്വത്തിന്റെ ഈ കൂട്ടായ്മയില് ഞാനും എന്നെ തേച്ചുമിനുക്കി, ഞാനും എന്നെ ഒരു പണത്തൂക്കം യോഗ്യതയുള്ളതാക്കി കർത്താവിന്റെ മുമ്പിൽ ഞാൻ കടന്ന് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ അധികാരം ഞാൻ ഉപയോഗിക്കും. എനിക്ക് കിട്ടിയ താലന്തുകൾ ഞാൻ ഉപയോഗിക്കും. എനിക്ക് കിട്ടിയ ശക്തി ഞാൻ ഉപയോഗിക്കും. എനിക്ക് കിട്ടിയ അധികാരം ഞാൻ ഉപയോഗിക്കും. ഞാൻ ഒരു അടി പിന്നോട്ട് പോവുകയില്ല. ഈ ലോകത്തെ രക്ഷിക്കുവാൻ കർത്താവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ സത്യവിശ്വാസം നിലനിർത്തുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സത്യവിശ്വാസം അണഞ്ഞു പോകാതിരിക്കാൻ ദൈവം എന്നെയും നിന്നെയും ഒരു പന്തമാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് വലിയ വിലയുണ്ട്. അതിന് ലോകത്തെ രക്ഷിക്കാൻ കെൽപ്പുണ്ട്. നമ്മളെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകണം. അതിൽ ധൈര്യമുണ്ടാകണം. അതിൽ ശക്തരാകണം. ഒരു തിന്മയും നമുക്ക് ഭവിക്കുകയില്ല. ശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. സ്പിരിറ്റുവൽ അഭിഷേകം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് എന്റെ മരണം വരെ എന്നെ കർത്താവിനെ കൊടുക്കാൻ തയ്യാറാണ്. ഇനിയുള്ള എന്റെ ജീവിതത്തിന്റെ ഞാൻ ശാരീരികമായി അധ്വാനിക്കുന്ന പോലെ തന്നെ കർത്താവെ ഞാൻ ആത്മീയമായി ഇന്ന് ഇവിടെ വന്ന് ബീറിപ്പിച്ച പുരോഹിതൻ, ഞാൻ ഓർക്കിയത് എനിക്ക് ടോം ബ്രദറിന്റെ അപ്പനോട് വലിയ ബഹുമാനമുണ്ട്. അപ്പച്ചനോട് വലിയ അധ്വാനിയായൊരു മനുഷ്യൻ. അതേ കൃപ തന്നെയാണ് ടോം ബ്രദറിനും കിട്ടിയിരിക്കുന്നത്. വിശ്രമമില്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് ആ പുരോഹിതൻ. അതേ രക്തം തന്നെയാണ് ആ പുരോഹിതൻ പറഞ്ഞ ഒരു വാക്കിന്ന് ആ കുർബാന അതിഭയങ്കരമായ ദൈവകൃപ ഒഴുകി ഇവിടെ. കാരണം ഒന്ന്, വിശുദ്ധനായൊരു പുരോഹിതൻ. രണ്ട്, അദ്ദേഹത്തിന്റെ വിശ്വാസം. രണ്ട്, അദ്ദേഹത്തിന്റെ അതീവ കൃപയോടുകൂടിയ സമർപ്പണം. ആ സമർപ്പണത്തിന് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നു ചേർന്ന് ബലിയർപ്പിച്ചതുകൊണ്ടാണ് കുർബാനയിൽ അത്രയും ദൈവകൃപ, കുർബാന അത്രയും ഫലദായകത്വമുള്ളതായിട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാനും ഇനി മുതൽ സ്പിരിറ്റുവൽ 100 മേനി വിളവുള്ള ഒരു ഫലമുള്ള ഒരു വൃക്ഷമായി മാറും. ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കും. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാനും ആത്മീയമായി അധ്വാനിക്കും.
പ്രാർത്ഥിക്കുവാൻ മണിക്കൂറുകൾ ഞാൻ കണ്ടെത്തും. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കും. ഞാൻ എന്നെ തന്നെ വചനത്തിന് താഴ്ത്തി സമർപ്പിക്കും. അങ്ങനെയുള്ളവര്, തീരുമാനമുള്ളവര് തങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന് തന്നെ കൊടുത്തുകൊണ്ട് കർത്താവിനെ ഒരു നിമിഷ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുമുള്ള നാമത്തിൽ സ്മരണീയ അഭിഷേകത്തിന്റെ അപ്രമാദിത്യം ഈ മണ്ണിന്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരുമാറാകട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ അധികാരത്തിന്റെ ആജ്ഞാദണ്ഡ് ഈ ജനത്തിന് മേൽ ഇറങ്ങി വരുമാറാകട്ടെ. ഓരോരുത്തരും സ്വീകരിച്ച സ്മരണീയ അഭിഷേകത്തിന്റെ അഗ്നി ഇവരിൽ ഇപ്പോൾ ജ്വലിക്കട്ടെ. അത് ഹൃദയങ്ങളിൽ ഒരു മുദ്രയായി തീരട്ടെ. ഹൃദയത്തിന് മേൽ അതൊരു ശക്തിയായി മാറട്ടെ. അത് ചിന്തകളിൽ അഗ്നിയായി മാറട്ടെ. ശരീരത്തിന് ജീവനായി മാറട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ. ശക്തരും ധീരരുമാകട്ടെ. വിശ്വാസത്തിന്റെ ചിന്തകൾ ഉണ്ടാകട്ടെ. വിശുദ്ധിയുടെ ചിന്തകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് ഈ മക്കളെ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ആത്മീയ ജീവിതത്തിലെ വേണ്ടത്ര വിടുതലില്ലാത്ത ഇവരുടെ ജീവിതത്തിലുള്ള നിരവധിയായ ജീവിത പ്രശ്നങ്ങള്, അസമാധാനങ്ങൾ, അസ്വസ്ഥതകള്, കുടുംബ പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങള്, വിശ്വാസമില്ലാത്ത അവസ്ഥകള്, സമർപ്പണമില്ലാത്ത അവസ്ഥ, സമർപ്പണമുണ്ടെന്ന് കരുതുമ്പോൾ തന്നെ അവരുടെ ആത്മീയ അധ്വാനമില്ലാത്ത മടി, അലസത, ഇവർ ദൈവത്തിൻ്റെതായിരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുമുള്ള അന്ധകാര ശക്തികളുടെ മേല്, മാനസിക ശാരീരിക ഞെരുക്കങ്ങളുടെ മേല് കർത്താവിന്റെ അഗ്നി ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ലൂക്ക 10:19 വചനത്തിൽ എല്ലാ അന്ധകാരത്തെയും ബന്ധിക്കുന്നു, എല്ലാ അസമാധാനത്തെയും ബന്ധിക്കുന്നു, എല്ലാ ദൈവനിഷ്ഠതയും ബന്ധിക്കുന്നു, എല്ലാ അനുസരണക്കേടിനെയും ബന്ധിക്കുന്നു, എല്ലാ പിശാചുക്കളെയും ബന്ധിക്കുന്നു, എല്ലാ അടിമകളെയും ബന്ധിക്കുന്നു. എല്ലാം കീഴടങ്ങട്ടെ, വിട്ടും മാറട്ടെ, ശക്തരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. ശാപത്തിന്റെ അടിത്തറകൾ കുലുങ്ങട്ടെ, ശാപചങ്ങലകൾ ഉടയട്ടെ, ശാപത്തിന്റെ അഴിയാ കുരുക്കുകൾ തകർന്നു വീഴട്ടെ. സ്വതന്ത്രരാകട്ടെ, ശക്തരാകട്ടെ, ധീരരാകട്ടെ. ജ്ഞാനമെന്ന അനർഘനിധിയെ മുറുകെ പിടിച്ച് ആ സത്യവിശ്വാസത്തിൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് തങ്ങളുടെ വസ്ത്രങ്ങൾ ധവള വസ്ത്രങ്ങളാക്കി മാറ്റി ഈ വലിയ വിളിയിൽ അന്ധകാരം നിറഞ്ഞ മണിക്കൂറുകളിൽ ക്രിസ്തുവിന്റെ പ്രകാശമായിരിക്കാൻ കർത്താവെ, അങ്ങയുടെ വിശുദ്ധിയുടെ പുതപ്പ് ഇവരുടെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. വലിയ വ്യക്തിപരമായി വിശുദ്ധീകരിക്കപ്പെടാനുള്ള ദാഹം ഉണ്ടാകട്ടെ. ആന്തരിക വിശുദ്ധീകരണത്തിന് വേണ്ടി വലിയ ജാഗ്രത ഉണ്ടാകട്ടെ. ഹൃദയത്തിലെ എല്ലാ പിറുപിറുപ്പും വിട്ടു മാറി യേശുനാമത്തില്. ദൂഷണം പറയുന്ന പിശാചെ നിന്നെ വിച്ഛേദിക്കുന്നു. എല്ലാ പിറുപിറുപ്പും വിട്ടുമാറ്, എല്ലാ പരാതിയും വിട്ടുമാറ്, എല്ലാ പരാതികളും വിട്ടുമാറ്, എല്ലാ ദുഃഖവും വിട്ടുമാറ്, എല്ലാ സങ്കടങ്ങളും വിട്ടുമാറ്. എല്ലാ വേദനകളെയും അനുഗ്രഹത്തിന്റെ നിധികളാക്കി മാറ്റാൻ സഹനശക്തി ഉണ്ടാകട്ടെ, സഹനശക്തി ഉണ്ടാകട്ടെ, ക്ഷമിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ, ക്ഷമാശീലം ഉണ്ടാകട്ടെ, അനുസരണം ഉണ്ടാകട്ടെ, നിശബ്ദത ഉണ്ടാകട്ടെ, വിധേയത്വം ഉണ്ടാകട്ടെ, ദൈവകൃപകൾ ഒഴുകട്ടെ, ദൈവ സ്വഭാവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ആരാധന, ആരാധന, ആരാധന. യേശുനാമത്തിൽ, യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. അഗ്നിയാൽ ശുദ്ധി ചെയ്യപ്പെടട്ടെ, അഗ്നിയാൽ ഉണർവുണ്ടാകട്ടെ, അഗ്നിയാൽ സ്നാനപ്പെടട്ടെ. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളെ അടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഗ്ലോറി, സ്തോത്രം, സ്തോത്രം. ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാശം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആകാശം വിറച്ച
പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.